കുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നതാണ്. കൗൺസിലിങ്ങിനിടയിൽ പല വിഷയങ്ങളും ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ആ മോള് എൻ്റെ അടുത്ത് പറയാണ്, ഡോക്ടറെ, ഏർണിങ്സ് ഇല്ലാത്ത മെമ്പേഴ്സ് ഒക്കെ ഫാമിലിയിൽ വേസ്റ്റ് അല്ലേ എന്ന്. ഏർണിങ്സ് ഇല്ലാത്ത മെമ്പേഴ്സ് ഫാമിലിയിൽ വേസ്റ്റാന്ന്. പഠിച്ചോനെ, ഞാൻ തന്നെ കുറച്ചേരം ആലോചിച്ച്. കാരണം ഏർണിങ്സ് ഇല്ലാത്ത മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആരാ? ഇന്നലെ വരുമാനമില്ലാത്തോലെ ഫാമിലിയിൽ വേസ്റ്റ് അല്ലേ എന്ന് ഞാൻ ആദ്യം ആലോചിച്ചത് ആരെയാണെന്നറിയോ? വല്യമാനി വല്യപ്പാനി അല്ലേ? ആദ്യം ആലോചിച്ചത് വല്യമാനിയാ. വല്യമ്മയും വല്യപ്പയും പ്രായമാകുമ്പോൾ ഏർണിങ്സ് വരുമോ, വരുമാനം വരുമോ? ഓല് ജോലി കൂലിയൊക്കെ നിർത്തി, ജോലിക്കും കൂലിക്കൊന്നും പോവാൻ പറ്റാതെയായി അവര് വീട്ടിലിരിക്കുക, സ്വസ്ഥ ജീവിതം നയിക്കുക. അപ്പോഴാണ് വല്യമാനി വല്യപ്പാനി നോക്കേണ്ട പേരക്കുട്ടി പറയണത് എന്ത്? വരുമാനം ഇല്ലാത്തവരൊക്കെ വീട്ടിൽ വേസ്റ്റ് അല്ലേ എന്ന്. അപ്പൊ അത് എവിടുന്നേ കിട്ടിയെന്ന് ചോദിച്ചപ്പോ ഓള് ഫോളോ ചെയ്യണ നവ ലിബറൽ ചിന്താഗതി കൊണ്ട് നടക്കുന്ന ഒരാളുടെ ഇന്റർവ്യൂ എന്ന് കേട്ടതാണ് എന്ന്. അഥവാ സ്വതന്ത്രവാദവും വ്യക്തിവാദവും യുക്തിവാദവും കൊണ്ട് നടക്കുന്ന ഈ കുട്ടി എപ്പോഴും കാണുന്ന ഒരാളുടെ ഇന്റർവ്യൂ എന്ന് കണ്ടതാത്രേ. പ്രായമായ മനുഷ്യന്മാരൊക്കെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ യങ് ജനറേഷന്റെ ചെറുപ്പക്കാരായ ആളുകളുടെ വേസ്റ്റ് ആണ്, അതുകൊണ്ട് പ്രായമായ ആൾക്കാർക്കൊക്കെ ആത്മഹത്യ ചെയ്യണതാ നല്ലത് എന്ന്. പ്രായമായ മനുഷ്യന്മാരൊക്കെ പോയി ആത്മഹത്യ ചെയ്യണമെന്ന് ആ മനുഷ്യൻ അയാളുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞൂന്ന്. പഠിച്ച തമ്പുരാനെ, നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളെ കുട്ടികളെ ഈ കൊണ്ടുവന്ന കുട്ടി അമേരിക്കയിൽ നിന്നും ചൈനയിൽ നിന്നും അല്ല വന്നിട്ടുള്ളത്, നമ്മളെ ഇന്ത്യയിലെ, നമ്മളെ കേരളത്തിലെ ഒരു ഗ്രാമപ്രദേശത്തിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളതാ കൗൺസിലിങ്ങിന്. അതിൻ്റെ ഇടയിലാണ് അവൾ പറഞ്ഞത് എന്ത്? പ്രായമായ അമ്മാനി വാപ്പാനി വയസ്സായ വല്യമാനി വല്യപ്പാനിയൊക്കെ വേസ്റ്റ് അല്ലേ, ഏർണിങ്സ് ഒന്നും വരുന്നില്ലല്ലോ എന്ന്.